ഇന്ത്യൻ മാർക്കറ്റിൽ കാറുകളുടെ വില നാൾക്കുനാൾ കൂടി വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് ഇൻക്രീസിന് കാരണം ഫീച്ചേഴ്സും ലേറ്റസ്റ്റ് ടെക്നോളജി ആണെങ്കിലും മുഖ്യമായ കാരണം ഈ കാറുകളുടെ എമിഷൻ നോംസ് ആണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ തന്നെ BS3 തുടങ്ങി BS6 വരെ നമ്മൾ എത്തി നിൽക്കുന്നു. ഇതിന്റെ കാരണം കൊണ്ട് തന്നെ എഞ്ചിനിലും ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാരണം കൊണ്ടുകൂടിയാണ് കാറുകളുടെ വില ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എമിഷൻ നോംസിനെ ഭാരത് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇതിൽ ഇന്ത്യയിൽ ഇപ്പോഴിറങ്ങുന്ന കാറുകളെല്ലാം BS6 ഫേസ് 2 ആണ്. റീസെന്റ്ലി ആണ് BS6 ഫേസ് 2 ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നാൽ BS4 നിന്നും BS6 എല്ലാ വാഹന നിർമ്മാതാക്കളെയും ഫോഴ്സ് ചെയ്താണ് കൊണ്ടുവന്നത്. ഇത് യൂറോപ്യൻ കൺട്രികളിലുള്ള യൂറോ 6 എന്ന എമിഷന് ഈക്വൽ ആണ്. ഈ അടുത്തിടെ ബഹുമാനപ്പെട്ട കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള നിതിൻ ഗഡ്കരി എല്ലാ കാർ മാനുഫാക്ചററോടും കേന്ദ്രം റൂളായി കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ BS7 മാറണമെന്ന് അറിയിച്ചിട്ടുണ്ട്. BS7 മാറുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, BS6 വളരെയധികം സ്ട്രിക്റ്റ് ആണ് BS7. കറന്റ് ജനറേഷൻ BS6 കാറുകളെ കമ്പയർ ചെയ്യുമ്പോൾ BS7 എന്നത് വളരെയധികം സ്ട്രിക്റ്റ് ആണ്. ഈ കാരണം കൊണ്ട് തന്നെ കാറ്റലിറ്റിക് കൺവേർട്ടർ, DPOs, OBDs അങ്ങനെയുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരും. ഇതൊരു സ്ട്രിക്റ്റ് എമിഷൻ പ്രോട്ടോകോൾ ആയിരിക്കും. മാത്രമല്ല, കമ്പഷനെ എമിഷന്റെ ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി അഡ്വാൻസ്ഡ് ഫിൽട്ടർ സിസ്റ്റവും എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിലും വ്യത്യാസങ്ങൾ വരും. BS7 എമിഷൻ നോംസ് എന്ന് പറയുന്നത് ഒരു ഫ്യൂൽ ന്യൂട്രൽ സിസ്റ്റത്തിലേക്കായിരിക്കും മാറുന്നത്. അതായത് പെട്രോളിനും ഡീസലിനും പ്രത്യേകം എമിഷൻ നോംസ് ഉണ്ടാകില്ല. കോമൺ ആയിട്ടുള്ള എമിഷൻ നോംസ് ആയിരിക്കും. ഈ കാരണം കൊണ്ട് തന്നെ ഡീസൽ എഞ്ചിനെ ഇത് വളരെയധികം ബാധിക്കും. അഫോർഡബിൾ സെഗ്മെന്റില് ഡീസൽ കാറുകൾ ഉണ്ടാകാനേ ചാൻസ് കുറവായിരിക്കും. BS7 എമിഷൻ നോംസ് എന്ന് പറയുന്നത് ടെയിൽ പൈപ്പ് എമിഷൻ നോംസ് മാത്രമല്ല, മൈക്രോ പ്ലാസ്റ്റിക് എമിഷൻ, ടയർ എമിഷൻ, വേപ്പർ എമിഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കും. ഇത് കൊണ്ടുവരാനുള്ള മുഖ്യമായ കാരണം എൻടയർ ഓട്ടോമൊബൈൽ സിസ്റ്റത്തെയും എമിഷൻ നോംസിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. BS7 എമിഷൻ നോംസ് പെട്രോൾ വാഹനങ്ങൾക്ക് വേണ്ടിയോ ഡീസൽ വാഹനങ്ങൾക്ക് വേണ്ടിയോ മാത്രമാകില്ല, ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഇത് ബാധകമാണ്. ഒരു EV വാഹനത്തിൽ എമിഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ബാറ്ററിയുടെ ലോങ് ലൈഫ് എത്രമാത്രം കസ്റ്റമറിന് ലഭിക്കുന്നു, ആ ബാറ്ററിയെ എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യുന്നത്, ബാറ്ററി വാഹനത്തിന്റെ ടയർ എമിഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് തുടങ്ങി പല കാര്യങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളിലും നോക്കും. ഇത് മാത്രമല്ലാതെ BS7 എഞ്ചിനുകൾക്ക് ഫ്യൂൽ എഫിഷ്യൻസി ടാർഗറ്റും നൽകും. കുറഞ്ഞ ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള കാറുകൾ BS7 സസ്റ്റെയിൻ ആവുകയില്ല. ഈ കാരണം കൊണ്ട് തന്നെ ടൊയോട്ടോ, മാരുതി സുസുക്കി കാറുകൾ മുന്നേ തന്നെ ഹൈബ്രിഡ് ടെക്നോളജിയെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹൈബ്രിഡ് ടെക്നോളജിയുള്ള കാറുകൾക്ക് വളരെയധികം വില കൂടുതലും ആണ്. അതുകൊണ്ട് തന്നെ മാസ് മാർക്കറ്റ് സെഗ്മെന്റിലുള്ള കാറുകൾക്ക് 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ BS7 മാറുമ്പോൾ അധികമായി നൽകേണ്ടതായി വരും. മാത്രമല്ല, ഡീസൽ കാറുകൾ പ്രീമിയം സെഗ്മെന്റിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്യും. എന്തായാലും BS7 എമിഷൻ നോംസ് ഉടൻ തന്നെ ലോഞ്ച് ആകും. ക്ലീൻ ആയ ഒരു എൻവയോൺമെന്റിനു വേണ്ടി BS7 നോംസ് അത്യാവശ്യം തന്നെയാണ്. BS7 പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.